നമുക്കിവിടെ കാണാം അത്യാവശ്യം ഒരു ഡൗൺ ട്രെൻഡാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് മാർക്കറ്റ് അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഇത് ഓപ്പൺ ആയത്. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണായി ആൻഡ് ചെറിയൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു നല്ലൊരു ഡൗൺ തന്നിട്ട് റിവേഴ്സിൽ തന്നു. ദെൻ ഒരു ഹ്യൂജ് ഡൗൺ ട്രെൻഡ് തന്നു. ആൻഡ് ഇത് നമുക്ക് എങ്ങനെ പ്രോപ്പർ ട്രേഡ് ചെയ്യാൻ വരുന്നത്? ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡലിൻ്റെ 5 മിനിറ്റ് ചാർട്ട് എടുത്താൽ തന്നെ നമുക്കറിയാം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡൗൺ ട്രെൻഡ് ഇവിടം വരെയും പോയി, ദെൻ മേലോട്ട് പോയി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വെട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ ടൈം ലൈൻ ചാർട്ട് നമുക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ 15 കൺസോൾട്ടേഷൻ ഏരിയ നമ്മൾ പ്രോപ്പർ അവിടെ മേളിൽ വരച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവന്നപ്പോൾ ഇതൊരു ചെറിയ ഇത് കിട്ടി. ആൻഡ് ഫസ്റ്റ് 15 മിനിറ്റിൽ തന്നെ അത് മൊത്തമായിട്ട് അത് ക്രോസ് ചെയ്തു, മൊത്തമായിട്ട് ക്രോസ് ചെയ്ത് താഴോട്ട് പോയി. ദെൻ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഓർക്കും എടുക്കാം ഡൗൺ ട്രെൻഡ്. ബട്ട് വെയിറ്റ് എ മിനിറ്റ് ആൻഡ് നമുക്കൊന്ന് നോക്കണം, കൺഫർമേഷൻ വേണം. അപ്പോൾ അതൊന്ന് 2 കൺഫർമേഷനുകൾ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാലേ ഒരു ട്രേഡ് സക്സസ്ഫുൾ എടുക്കാനായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ടൈം ലൈൻ ഇത് വെച്ച് നോക്കുമ്പോൾ, ടൈം സോൺസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇവിടെയായിട്ടൊരു ടൈം സോൺ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ട്രേഡ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കാണിക്കുന്നത് അപ്പ് ട്രെൻഡിൻ്റെ ഇവിടെയായിട്ടൊരു റെസിസ്റ്റൻസ്, ഇത് മേലോട്ട് താഴോട്ടാണ്. ഇനി മേലോട്ട് പോയിട്ട് മേലെ റെസിസ്റ്റൻസ് താഴോട്ടാക്കാനുള്ള രീതിയിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അപ്പ് ട്രെൻഡിലേക്കുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കിട്ടണം, ഷോ ചെയ്യണം. ആ റെസിസ്റ്റൻസ് ഇവിടെ ഒരെണ്ണമുണ്ട്. ആൻഡ് ഈ ബ്രേക്ക് ഔട്ട് പോയിൻറ്റും ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് ഇവിടെ. അപ്പോൾ ഇവിടെ വെച്ച് പുട്ടെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ അവിടെ പ്രോപ്പർ നമുക്ക് അവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 23,700 പുട്ട് ഓപ്ഷനാണ്. നമുക്ക് നോക്കാം 23,700 പുട്ട് ഓപ്ഷൻ. ഈ ട്രെൻഡ് ഇപ്പോൾ നോക്കണ്ട, ഫസ്റ്റ് 50 മിനിറ്റിൽ നമുക്ക് ഇത് ഇത്രേ കിട്ടുള്ളൂ, ഇങ്ങനെ കിട്ടുള്ളൂ. സോ ഇത് നോക്കാം. ഇത് നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. സോ ഇവിടെ ജമ്പ് ചെയ്ത് നമ്മളിപ്പോൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഏകദേശം നമുക്ക് എന്താ കിട്ടിയ റിസൾട്ട് കാണിച്ചു തരാം. ഇവിടെ എൻട്രി എടുത്തു, ഏകദേശം ഒരു ഫസ്റ്റ് ഒരു 10 മണിക്ക് ആ റേഞ്ച് ആകുമ്പോൾ തന്നെ ഏകദേശം 30% ലോസ് മേലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പാനിക്കാവും, അപ്പോൾ തന്നെ എൻട്രി എക്സിറ്റ് ആവും. സോ അതിലും നല്ലത് നമുക്കത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്പ് ട്രെൻഡ് തന്നെ പോയി. ഓക്കെ, അപ്പോൾ ഇത് കൺഫേം എങ്ങനെ ചെയ്യാം? നമ്മൾ മിക്കവാറും നമ്മൾ ഇവിടെ തന്നെ എൻട്രി എടുക്കും, ദെൻ എക്സിറ്റ് ആവാതെ എങ്ങനെ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മെയിൻ പോയിൻറ്റ്. അവിടെ നമുക്ക് ഇവിടെ നോക്കി കാണാം, നമ്മുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഇത് അപ്പ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഷോ ചെയ്യുന്നത്. ഇവിടെ എത്തിയിട്ട് ഒരു 9:45 റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സോ അവിടം വരെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇതെടുക്കാം. സോ ഒരു പ്രോപ്പർ ട്രേഡ് പോലെയാണെങ്കിൽ 9:45 വരെ നമ്മൾ ഹോൾഡ് ചെയ്യാം. 9:45 എവിടെ നിൽക്കുന്നത് മാർക്കറ്റ് കാണിച്ചു തരാം. 9:45 ഇവിടെ നിൽക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20% ലോസ് അവിടെ സംഭവിച്ചു. എന്നിട്ടാണ് മേലോട്ടത് പോയത്. ബട്ട് മേലോട്ട് പോയത് ഒരു പ്രോപ്പർ ബ്ലോക്കായിരുന്നു. കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു 11 o'clock ആയപ്പോൾ തന്നെ ഏകദേശം 350% പ്രോഫിറ്റ്. പൊന്നു മോനെ, അത് മതി. 350% പ്രോഫിറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. 400% പ്രോഫിറ്റ് ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോൾ 11:20 ഒക്കെ ആയപ്പോൾ അറൗണ്ട് 400% പ്രോഫിറ്റ്. അതായിരിക്കും എൻ്റെ തംബ്നെയിൽ കേട്ടോ, ഒന്ന് നോക്കി വെച്ചാൽ. എനിഹാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റും സ്റ്റഡീസൊക്കെ ഇന്ന് ഫോളോ ചെയ്ത്. ആൻഡ് നാളത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ കാണാം അത്യാവശ്യം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡാണ് ഇന്ന് കിട്ടിയത്. ആൻഡ് നാളെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കണ്ടിന്യൂഷനാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡൗൺ ട്രെൻഡ് തന്നെ നാളെയും കിട്ടാം. ബട്ട് എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്.
അവിടെ നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ വൺ ഡേ ക്യാൻഡിൽ നമുക്ക് കാണാം ഇങ്ങനെയാണ് ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ സോ ഒരു ഹ്യൂജ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് നാളെ മേ ബി ഈ ഒരു റെസിസ്റ്റൻസ് നാളെ ഫോളോ ചെയ്ത് മേ ബി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഓപ്പൺ ആയേക്കാം, ഓപ്പൺ ആയേക്കാം, എന്നിട്ട് ഡൗൺ ട്രെൻഡ് കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് ഒന്ന് ഈ റെസിസ്റ്റൻസിൻ്റെ അത്രയും തന്നെ മേലോട്ടൊന്ന് പോയിട്ട് തിരിച്ചിറങ്ങാം. അങ്ങനെയാണ് നാളത്തെ മാർക്കറ്റ് റീസണബിളി വരാൻ ചാൻസ്. ആൻഡ് ഇവിടെ 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഇതനുസരിച്ചുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടം വരെയൊക്കെ മേ ബി 24,250 വരെയൊക്കെ നമുക്കൊന്ന് മേലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങാനാണ് ചാൻസ്. എനിഹ അത് നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യണം മാർക്കറ്റ്. സോ ദെൻ ഡൗൺ ട്രെൻഡ് തന്നെയാണ്, കോമൺലി ഡൗൺ ട്രെൻഡ് തന്നെയാണ് നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് ആക്ച്വലി ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഇത് നേരത്തെ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, താഴോട്ട് ഇതുവരെയും ക്രോസ് ചെയ്തിട്ടില്ല, എല്ലാം മേലോട്ട് തന്നെ ക്രോസ് ചെയ്തേക്കുന്നത്. സോ എപ്പോഴൊക്കെ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്, അത് ക്രോസ് ചെയ്ത് ഇവിടെയാണ് ലാസ്റ്റ് ടൈം ഇത് ചെയ്തേക്കുന്നത്. ഇവിടെ ക്രോസ് ചെയ്ത് അപ് ട്രെൻഡാണ് സംഭവിച്ചത്. സോ ഒരു ഹ്യൂജ് അപ് ട്രെൻഡുള്ള പോസിബിലിറ്റിയും അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ. സോ ലെറ്റ് സി നാളെ എന്താ മാർക്കറ്റ് സംഭവിക്കുക എന്നുള്ളത് ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് നാളത്തേക്കായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് എടുത്ത് പറയുന്നില്ല. ദെൻ ഞാൻ വാട്സപ്പ് ചാനലിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.